ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. ഹമാസിൻ്റെ പ്രവൃത്തി എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മൊസാദ് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ അമിത് സൊസന്ന എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ എങ്ങനെയാണ് പീഡിപ്പിച്ച് വഴിനീളെ ഇങ്ങനെ അടിച്ചും ഉപദ്രവിച്ചൊക്കെ കൊണ്ടുപോകുന്നത് ഹമാസ് തീവ്രവാദികൾ എന്നുള്ള ഒരു ഉടനീളം ഉപദ്രവകാരികളായിട്ടുള്ള ആൾക്കാർ ഉപദ്രവിച്ച് അവരെ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ ഫൂട്ടേജ് ഹമാസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു വൈരാഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് അവർക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അവരെ തോക്കിൻ മുനയിൽ നിർത്തി പീഡിപ്പിച്ചു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസ് മാത്രമല്ല, പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതായത് ഇവരുടെയൊക്കെ ഈ ക്രൂരതകൾ എത്രമാത്രം എന്നുള്ളത് പുറം ലോകം അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇതെടുത്ത് വാർത്ത ചെയ്താലേ ഇത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഹമാസ് ഏതോ പുണ്യാളന്മാരാണെന്നാണ് മൊത്തത്തിലുള്ള പറഞ്ഞു വെപ്പ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾ കാണുക. ഞാൻ സൈഡിൽ വെക്കാം, കാരണം അത് 2 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോയാണ്. കാരണം ആ രീതിയിൽ അടിച്ചും ഉപദ്രവിച്ചും തറയിലിട്ട് ഇഴച്ചും അതേപോലെ മുതുകത്ത് കയറ്റിയിരുത്തിയും എനിക്ക് പല രീതിയിൽ ഉപദ്രവിച്ചാണ് ഇവരെ കടത്തിക്കൊണ്ട് പോകുന്നത്. അവർ ലേഡിയെ കൊണ്ടുപോകുന്ന രീതിയാണ് ഇവർ. ഇങ്ങനെയാണ് അവർ പ്രോപ്പർട്ടി. ലേഡി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർട്ടിയാണ്. അതിനനുസരിച്ചാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ സൈഡിലെ വീഡിയോ ക്ലിപ്പ് പിൻ ചെയ്തേക്കാം, നിങ്ങൾ ത്രൂ ഔട്ട് കണ്ടോളൂ. അതിനോടൊപ്പം മറ്റുള്ള വാർത്തകളും കൂടി ഞാൻ കവർ ചെയ്ത് പോവാം. അതുപോലെ തന്നെ അമേരിക്കയിൽ നെതന്യാഹു ഈ ബന്ദികളായിട്ട് പിടിച്ചു വയ്ക്കപ്പെട്ടിരുന്ന ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായത് വലിയ നഷ്ടം തന്നെയാണ്, പക്ഷേ അവരെല്ലാം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിക്ടേഴ്സാണ്, വിക്ടിംസ് അല്ല എന്നും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെല്ലാം തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, അവരെ IDFൻ്റെ സോൾജേഴ്സിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത്. കാരണം അവരും ഇസ്രായേലിൻ്റെ വാരിയേഴ്സാണ്, ആ രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹമാസിൻ്റെ ഈ ബന്ദികളെ, തീർച്ചയായിട്ടും ജീവനോടുള്ള ബന്ദികളെ എത്രയും വേഗം വിട്ടുകിട്ടുക, അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോയി ട്രൈ ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു സൈഡിലുള്ള ധാർമ്മികതയാണെങ്കിലും അവർക്ക് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ദികളെ കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു ഗിമ്മിക്ക് അതൊന്നും അവരുടെ അടുത്ത് ചിലവാവില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇവരെല്ലാവരും, ഈ ബന്ദികളാക്കപ്പെട്ടവരെല്ലാവരും തന്നെ വിക്ടിംസ് അല്ല, അവരെല്ലാം വിക്ടേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാലസ്തീനിയൻ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്, പാലസ്തീനിയൻ അതോറിറ്റിയെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അവിടെ ഹെബ്രോൺ, എമിറേറ്റ്സ് ഓഫ് ഹെബ്രോൺ എന്ന് പറഞ്ഞിട്ട് പുതിയ പേര് സഹിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല രീതിയിലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഈ അറബ് കൺട്രീസ്. പക്ഷേ പാലസ്തീനിയൻ അതോറിറ്റി അതിന് സമ്മതിക്കുന്നില്ല. പാലസ്തീനിയൻ അതോറിറ്റിക്കുള്ളിൽ തന്നെയാണ് ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു എബ്രഹാം അക്കോർഡിൽ സ്ഥാപിക്കപ്പെടുന്നത്. എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് അംഗീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്രത്തോളം ഇസ്ലാമിക രാജ്യങ്ങളെ പാലസ്തീൻ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് അംഗീകരിക്കുന്നോ അവരെല്ലാവരും തന്നെ പാലസ്തീൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അതായത് റിവർ ടു സീ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിലുള്ള പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് എബ്രഹാം അക്കോർഡ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനെ ചെറുക്കുന്ന രീതിയിൽ, അതിനെ കൺറ്റംപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു എമിറേറ്റ്സ് ഓഫ് ഹെബ്രോൺ എന്നുള്ള രീതിയിൽ പുതിയ പ്ലാൻ കൊണ്ടുവരുന്നത്. ഈ പുതിയ പ്ലാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ നിൽക്കുന്ന ഈ ഒരു ഗാസ, അതുപോലെ വെസ്റ്റ് ബാങ്ക്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് എമിറേറ്റ്സ് ഓഫ് ഹെബ്രോൺ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നിലവിലുള്ള ഗാസയും വെസ്റ്റ് ബാങ്ക് അതേപോലെ തന്നെ നിലനിർത്താൻ സാധിക്കും എന്നാണ് ഈ അറബ് കൺട്രീസ് വിശ്വസിക്കുന്നത്. അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നാലും ഫർദർ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹമാസ് ഗാസയ്ക്കുള്ളിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ക്ലെയിം വെക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൂഫൊന്നും കൊടുക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഈ മൊസാദ് ഈ എയ്ഡ് കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ ഫുട്ടേജ് എടുത്ത് വെളിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. കൃത്യമായ നിരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. അവിടെ എല്ലാവരും ലൈനിൽ നിന്ന് തന്നെയാണ് ഈ എയ്ഡ് സപ്ലൈ കൈപ്പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് തന്നെ IDF ഈ എയ്ഡ് കൊടുക്കുന്ന സ്ഥലത്തുള്ള, ആ എയ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള വീഡിയോ ഫുട്ടേജ് എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഏത് വിധേനയും ഹമാസ് ഇങ്ങനെ തുടരെ എയ്ഡും ഇതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഗാസയിൽ പിടിച്ചു നിൽക്കാം എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാണ് ഈ രീതിയിൽ പോകുന്നത്. ഇപ്പോൾ ഹമാസ്
ഇപ്പോൾ ഹമാസ് ഇടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഖത്തർ ത്രൂ ഒരു പ്രഷർ ഇടുകയാണ്, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം. അതാണ് ഇപ്പോൾ അവരുടെ അവസാനത്തെ ശ്രമം. അതുപോലെ തന്നെ ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിറിയയിൽ ഉണ്ടായ കാട്ടുതീ. സിറിയയിലുണ്ടായ കാട്ടുതീ ഇപ്പം അതിവേഗം സ്പ്രെഡ് ചെയ്യാണ്. അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വ്യാപിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കൈ വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് പുക. ആ രീതിയിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞിരിക്കുകയാണ് ആ ഏരിയ മുഴുവനും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖാൻ യൂനീസിൽ തകൃതിയായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഇനി എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനൊന്നും പറ്റത്തില്ല. ഇനി ഈ ആക്രമണം നടത്തിയ സ്ഥലത്ത് എന്തെങ്കിലും സൈറ്റുകൾ മാത്രമാണോ, ഇല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആണോ, ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നോ, ഇതൊന്നും നമുക്കറിയത്തില്ല. വെറും ബിൽഡിംഗ് ഡിസ്ട്രക്ഷൻസ് മാത്രമായിരുന്നു എന്നുള്ളത് വിവരങ്ങളൊക്കെ ഇനി പിന്നീടേ അറിയാൻ പറ്റുള്ളൂ. അതിശക്തമായ രീതിയിലുള്ള ആക്രമണം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 4-5 മണിയോട് അടുപ്പിച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. IDF എയർ സ്ട്രൈക്കാണ്. ഫുട്ടേജ് ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. ഇപ്പുറത്തെ ടെന്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വരെ അതിൻ്റെ ആ ഒരു ചലനം അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സിറിയയ്ക്കുള്ളിൽ ഒരു ആയുധ സംഭരണി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത്രമാത്രം ആയുധങ്ങൾ കുന്നുകൂട്ടി വെച്ചിരുന്ന ഒരു ഡിപ്പോ അത് കണ്ടെത്തി അതിന്റെ മേളിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. എയർ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയത്. അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അലപ്പോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഈ ഒരു വെപ്പൺ ഡിപ്പോ ഇസ്രായേൽ അടിച്ച് തകർത്തത്. ഇത് ഇറാന്റെ ഇൻഫ്ലുവൻസോട് കൂടി ഹെസ്ബുള്ളയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ട് അവിടെ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാൻ ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഖത്തറിന്റെ അൽ ഉദൈദ് ബേസിൽ അവരുടെ ഒരു മിസൈൽ വീണതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഫുട്ടേജ് എടുത്ത് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് അമേരിക്കയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനും അപമാനിക്കാനും ആ രീതിയിലുള്ള ഒരു ഫുട്ടേജ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 2 മിസൈലുകളോളം അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യാതെ ഖത്തർ ബേസിൽ വീണിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ സ്ഥിരീകരിച്ചതാണ്. അത് മുൻകൂട്ടി തന്നെ അമേരിക്കയെ അറിയിക്കുകയും അവിടെ നിന്ന് തന്നെ ആൾക്കാരെയൊക്കെ ഓൾറെഡി തന്നെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവിടെ ഒരു ആൾനാശം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അത് ജസ്റ്റ് ഒരു പ്രൊവോക്കേഷൻ എന്നുള്ള നിലയിൽ ആ വീഡിയോ ഇറാൻ എടുത്ത് പബ്ലിഷ് ചെയ്തതാണ്. ശരിക്കും ഞങ്ങളും എന്തൊക്കെയോ നടത്തി തീർത്തു എന്ന് വരുത്തി. അതിലുപരിയായിട്ട് ഇറാൻ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരം, ഈ 12 ദിവസത്തെ ഇസ്രായേൽ യുദ്ധം നടത്തിയ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കുറേയധികം ബലൂചിസ്ഥാൻ ഭാഗത്തുള്ള ആൾക്കാർ, അതായത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഏരിയയിലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി വധിച്ചിട്ടുണ്ട് അതിക്രൂരമായ രീതിയിൽ. കാരണം ഓൾറെഡി തന്നെ അവിടെ ഈ ടെററിസ്റ്റ് ആരോപണം ഈ ബലൂചിസ്ഥാന്റെ മേളിലുണ്ട് ഇറാന്. ആ ഒരു വൈരാഗ്യം, ഇവരെ തീവ്രവാദികളായിട്ടാണ് അവർ കാണുന്നത്. ആ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ ഒരു അവസരം ഉപയോഗിച്ച് വധിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലുപരിയായിട്ട് 100 കണക്കിന് അഫ്ഗാനിസ്ഥാനികളെയും പിടിച്ചുകൊണ്ടുപോയി വധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. ഇതൊന്നും തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. പിന്നെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് 50% താരിഫാണ് ബ്രസീലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള കത്തയച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബ്രസീലിന് 50% താരിഫ് ഇട്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ബോൾസനാറോ അയാൾ നല്ല ഒരു വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര ടഫ് നെഗോസിയേഷൻ ആണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യമില്ല. അപ്പോൾ ടഫ് നെഗോസിയേഷൻ കൊടുക്കുന്ന ആൾക്കാരെ താല്പര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതായത് നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ അങ്ങനെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണോ പോയിന്റുകൾ, ആ പോയിന്റ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യുക. അതൊരു ഹെൽത്തി ഡിസ്കഷൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെഗോസിയേഷൻ എന്ന് പറയുന്നത് നെഗോസിയേഷൻ ടാക്ടിക്സിനെ കുറിച്ച് ക്ലാസ്സുകളും കോഴ്സുകളും പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ്. ആ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ആ നെഗോസിയേഷൻ എടുത്തുകൊണ്ട് ഇത്രമാത്രം ഇപ്പൊ ട്രംപ് എങ്ങനെയാണോ അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഒരു നെഗോസിയേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബോൾസനാറോ ബ്രസീലിന് വേണ്ടി ഈ നെഗോസിയേഷൻ നടത്തുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇറ്റ്സ് മ്യൂച്വൽ ആണ് ആക്ച്വലി. പക്ഷേ അതിന് പകരം ട്രംപ് ഈ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്, ഐ ഷുഡിൻ ലൈക്ക് ഹിം ബിക്കോസ് ഹി വാസ് വെരി ടഫ് ഇൻ നെഗോസിയേഷൻ ബട്ട് ഹി വാസ് ഓൾസോ വെരി ഹോണസ്റ്റ്. ഇതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 50% താരിഫ് തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. നെഗോസിയേഷൻ ഡോർ ഈസ് ഓപ്പൺ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട ഇപ്പം 50% താരിഫ് ബ്രസീലിന് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയുമായിട്ടുള്ള ബ്രസീലിൻ്റെ ഇടപാട്. അതായത് അമേരിക്കയിൽ നിന്നും സോയാബീൻ, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് കോൺ, ഇതെല്ലാം തന്നെ ചൈന ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയതോടുകൂടി ചൈന നേരെ ബ്രസീലിൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വാശിപ്പുറത്തുള്ള ഒരു താരിഫാണ് ബ്രസീലിന് 50% കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
കാരണം ചൈനയുടെ കയ്യിൽ നിന്നും നീ ഉണ്ടാക്കുന്ന ലാഭം എൻ്റെ സൈഡിൽ നിന്നും നിനക്ക് താരിഫായിട്ട് ഞാൻ തരാം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതും ട്രംപിന്റെ ഒരു ഹൈ പ്രഷർ പോളിസിയാണ്. ആ ഹൈ പ്രഷർ പോളിസി ഇപ്പം ബ്രസീലിന്റെ മേളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. Maybe at some point I'll talk to him. Right now I'm not. They're treating President Bolsonaro very unfairly. He's a good man. You know, I know him well. I negotiated with him. He was a very tough negotiator, and I can tell you he was a very honest man, and he loved the people of Brazil. He was a very tough guy to negotiate with. I shouldn't like him because he was very tough in negotiation, but he was also very honest. And I know the honest ones, and I know the crooked ones. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.